പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിൻ്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും സദാകാലവും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ഈ ഞായറാഴ്ച ധ്യാനത്തിനായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന സുവിശേഷ ഭാഗം ശുദ്ധമുള്ളവനായ മത്തായി എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗത്തെ മൂന്നായിട്ട് തരംതിരിച്ച് ചിന്തിക്കാം. 18-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു താഴ്മയെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ശിഷ്യന്മാരുടെ ഒരു ചോദ്യത്തിന് യേശുക്രിസ്തു ഉത്തരം പറയുന്നതാണ് ആ ഭാഗം. സ്വർഗരാജ്യത്തിൽ വലിയവൻ ആരായിരിക്കും എന്നുള്ള ചോദ്യത്തിന് യേശുക്രിസ്തു ഉത്തരം നൽകുകയാണ്. ശിഷ്യന്മാരിടയിൽ ആരാണ് വലിയവൻ എന്നുള്ള തർക്കം നിലനിരുന്നുവെന്ന് യേശുക്രിസ്തു മനസ്സിലാക്കുകയാണ്. ഒരു ശിശുവിനെ അരികിൽ നിർത്തിയ ശേഷം ശിഷ്യന്മാരോട് പറയും, നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയിത്തീരുക. ശിശുക്കളെ പോലെ നിഷ്കളങ്കതയുള്ളവരും താഴ്മയുള്ളവരുമാണ് സ്വർഗരാജ്യത്തിൽ വലിയവരായിത്തീരുന്നത്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ താഴ്മ എന്ന ഗുണവൈശിഷ്ട്യം നിലനിർത്തണമെന്ന് യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുകയാണ്. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യത്തിൽ പ്രകാരം നാം വായിക്കുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്വിൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. ദൈവ തിരുസന്നിധിയിൽ താഴ്മയുള്ളവരാണ് ഉയർത്തപ്പെടുന്നത്. 6 തൊട്ട് 9 വരെയുള്ള വാക്യങ്ങളിൽ വിരുദ്ധതയെക്കുറിച്ചും വിരുദ്ധത ഉണ്ടാക്കുന്നവരെക്കുറിച്ചുമുള്ള പരാമർശങ്ങളാണ്. സാമൂഹ്യമായ വിരുദ്ധതയും വ്യക്തിജീവിതത്തിലെ വിരുദ്ധതയും അവിടെ രേഖപ്പെടുത്തുന്നു. വിരുദ്ധത എന്നുള്ളതിന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സുറിയാനി വാക്ക് മക്ശൂലോ എന്നാണ്. ഇതിന് സ്റ്റംബ്ലിംഗ് ബ്ലോക്ക്, ഇടർച്ച, വിരുദ്ധത, പ്രലോഭനം എന്നിങ്ങനെ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇടർച്ചകൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വരുത്തുന്നവർക്ക് വലിയ കഷ്ടമായിരിക്കുമെന്ന് യേശുക്രിസ്തു രേഖപ്പെടുത്തുകയാണ്. ഇടർച്ച സമൂഹത്തിൽ മാത്രമല്ല, നമ്മുടെ വ്യക്തി ജീവിതത്തിലും നമ്മുടെ ശരീരം നമുക്ക് ഇടർച്ച വരുത്താൻ സാധ്യതയുണ്ട്. അതിന് 3 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു: കാല്, കൈ, കണ്ണ്. കാല് നമുക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അവയെ ഛേദിച്ചു കളയാൻ പറയുന്നുണ്ട്. കൈ ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അവയെ ഛേദിച്ചു കളയാൻ പറയുന്നുണ്ട്. കണ്ണ് ഇടർച്ച വരുത്തുന്നെങ്കിൽ അവയെ നീക്കിക്കളയുവാനായിട്ട് യേശുക്രിസ്തു പറയുന്നു. നമ്മളുടെ ശരീരം തന്നെ നമുക്ക് ഇടർച്ച വരുത്തുന്നതായ സാഹചര്യങ്ങൾ. ഇവിടെ പറയുന്ന 3 അവയവങ്ങളും നമുക്കിങ്ങനെ വ്യാഖ്യാനിക്കാം. കാല് മനുഷ്യൻ്റെ സഞ്ചാരത്തെ ഓർമ്മപ്പെടുത്തുന്നു. കൈ മനുഷ്യൻ്റെ പ്രവർത്തനത്തെ ഓർമ്മപ്പെടുത്തുന്നു. കണ്ണ് മനുഷ്യൻ്റെ ദർശനത്തെ, കാഴ്ചപ്പാടുകളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ സഞ്ചരിക്കുന്ന പാതകൾ, നമ്മുടെ യാത്രകൾ, നമ്മുടെ മാർഗങ്ങൾ, അത് നമുക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അതിൽ നാം മാറി നിൽക്കേണ്ടിയിരിക്കുന്നു. കൈകൾ അതിനെ ആലങ്കാരികമായി വ്യാഖ്യാനിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രവർത്തന മണ്ഡലങ്ങൾ, നമ്മുടെ ഇൻവോൾവ്മെൻറ്റുകൾ, നമ്മൾ ഏർപ്പെടുന്ന മേഖലകളെല്ലാം മോശമായിട്ടുള്ളതെങ്കിൽ അവയിൽ നാം മാറി നിൽക്കേണ്ടിയിരിക്കും. 3 കണ്ണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ കാഴ്ചപ്പാടുകൾ, ദർശനങ്ങൾ, ചിന്താഗതികളാണ്. ഇവയെല്ലാം നമുക്ക് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ അവയെല്ലാം മാറ്റി നിർത്തുകയും പരിഷ്കരിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. 9 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളിൽ ചെറിയവർക്ക്, ലിറ്റിൽ വൺ, ചെറിയവർക്ക് ഇടർച്ച വരുത്തരുതെന്ന് രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, ചെറിയവർക്ക്, സമൂഹത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക്, സാധാരണക്കാരുടെ ജീവിതത്തിൽ ഇടർച്ച വരുത്താതെ നാം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. വീണ്ടും ക്രിസ്തു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നഷ്ടപ്പെട്ടു പോയ ആടിനെ തേടിപ്പോയ ഇടയനെ കുറിച്ചാണ്. നഷ്ടപ്പെട്ടു പോയവരെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ട് ഈ ഉപമയിലൂടെ ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നത്തെ വേദഭാഗത്തുനിന്ന് ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത, സ്വർണ്ണനാവുകാരനായ ഈവാന്യൂസ് ഈ വേദഭാഗത്തെ വ്യാഖ്യാനിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതാണ്. അദ്ദേഹം യേശുക്രിസ്തു പറയുന്നുണ്ട്, ഇടർച്ച വരുത്തുന്നതായ കാല്, കൈ, കണ്ണ് എന്നിവയെ മാറ്റിക്കളയണമെന്നുള്ളതായ ആഹ്വാനം അദ്ദേഹം വ്യത്യസ്തമായ രീതിയിലാണ് വ്യാഖ്യാനിക്കുന്നത്. ശരീരത്തിൻ്റെ അവയവങ്ങൾ എന്നതിലുപരിയായിട്ട് ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയേണ്ടത്, മനുഷ്യനെ പ്രലോഭനങ്ങളെ കൊണ്ടുപോകുന്നത് ഹാംഫുൾ കമ്പനി എന്ന് പറഞ്ഞാൽ അപകടകരമായ ഫ്രണ്ട്ഷിപ്പ്, സൗഹൃദമാണ് എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ടത് അപകടകരമായ സൗഹൃദം അല്ലെങ്കിൽ ഹാംഫുൾ കമ്പനി, ഫ്രണ്ട്ഷിപ്പാണ്. അതാണ് അദ്ദേഹം ഈ കാര്യത്തിലൂടെ വ്യക്തമാക്കുന്നത്. വിരുദ്ധത എന്നതിന് ഉപയോഗിക്കുന്ന മക്ശൂല് എന്ന സുറിയാനി വാക്കിന് ടെംപ്റ്റേഷൻ ടു സിൻ, പാപം ചെയ്യാനുള്ള പ്രലോഭനം എന്നും കൂടി വ്യാഖ്യാനിക്കുന്നുണ്ട്.
ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മോശമായ ഫ്രണ്ട്ഷിപ്പിലൂടെ പാപം ചെയ്യാനുള്ള പ്രലോഭനങ്ങൾ സംഭവിക്കാറുണ്ട്. മോശമായ കൂട്ടുകെട്ടുകൾ മനുഷ്യ ജീവിതത്തിൽ പ്രലോഭനങ്ങളിലേക്കും പാപത്തിലേക്കും വിരുദ്ധതയിലേക്കും തിന്മയിലേക്കും നയിക്കും. അപ്പോൾ കാല്, കൈ, കണ്ണ് മനുഷ്യന് വിരുദ്ധത വരുത്തുന്ന പോലെ ജീവിതത്തിൽ മാറ്റി നിർത്തേണ്ടത് മോശമായ കൂട്ടുകെട്ടുകളെയാണെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഇന്നത്തെ വേദഭാഗം ഓർമ്മപ്പെടുത്തുന്നത് മനുഷ്യ ജീവിതത്തിലെ അപകടകരമായ ഫ്രണ്ട്ഷിപ്പുകൾ, കൂട്ടുകെട്ടുകൾ, അവയാണ് നാം മുറിച്ച് മാറ്റേണ്ടത്, അവയാണ് നാം വേർതിരിക്കേണ്ടത്, മാറ്റി നിർത്തേണ്ടത്. അല്ലാതെ നമ്മുടെ കൈകളും കാലുകളും കണ്ണുകളുമല്ല എന്ന് ആ സഭാപിതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു ഘടകമാണ് സൗഹൃദം അഥവാ ഫ്രണ്ട്ഷിപ്പ്. അതില്ലാതെ നമുക്കാർക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ല സൗഹൃദം മനുഷ്യ ജീവിതത്തിൽ ഒത്തിരി സന്തോഷം നൽകുന്നു, വൈകാരികമായ ഒരു സപ്പോർട്ട് നൽകുന്നു, സാമൂഹിക ജീവിതത്തിനൊരു മാനം നൽകുന്നു. അതുപോലെ ജീവിതത്തിൻ്റെ ഏകാന്തത, ലോൺലിനെസ് ഇല്ലാതാക്കുന്നു. നല്ല സൗഹൃദങ്ങൾ നല്ല സാമൂഹിക ജീവിതത്തിന് അനിവാര്യമാണ്. സൗഹൃദത്തെക്കുറിച്ചുള്ള ഒരു പഠനം ഇപ്രകാരം പറയുന്നുണ്ട്: ഗുഡ് ഫ്രണ്ട്ഷിപ്പ് ലീഡ് അസ് ടു ലോങ് ലൈഫ്. നല്ല സ്നേഹബന്ധങ്ങൾ, നല്ല ഫ്രണ്ട്ഷിപ്പുകൾ നമുക്ക് ദീർഘായുസ് ഉണ്ടാകുന്നതിന് ഒരു പ്രധാന ഘടകമായി തീരാറുണ്ട്. എന്നാൽ മോശമായ ഫ്രണ്ട്ഷിപ്പ്, മോശമായ സൗഹൃദങ്ങൾ മനുഷ്യന് ഒത്തിരി ഡാമേജിങ് ആയി തീരാറുണ്ട്. മനുഷ്യ ജീവിതത്തിൽ നിന്ന് നാം മാറ്റി നിർത്തേണ്ടതും മുറിച്ചു കളയേണ്ടതും വേർതിരിക്കേണ്ടതും മോശമായ സൗഹൃദങ്ങൾ, ബാഡ് ഫ്രണ്ട്ഷിപ്പ്, അതാണ് അദ്ദേഹം മാറ്റി നിർത്തേണ്ടതായ അവയവങ്ങൾ എന്നതിലൂടെ വ്യാഖ്യാനിക്കുന്നത്. സദൃശ്യവാക്യം 13-ാം അധ്യായം 20-ാം വാക്യത്തിൽ മോശമായ സൗഹൃദത്തെക്കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്: ജ്ഞാനികളോടുകൂടെ നടക്ക, നീയും ജ്ഞാനിയാകും. ഭോഷന്മാർക്ക് കൂട്ടാളിയായവനോ വ്യസനിക്കേണ്ടി വരും. നല്ല മനുഷ്യരോടുള്ള ഫ്രണ്ട്ഷിപ്പ് ഉള്ളവർക്ക് ജീവിതത്തിൽ ജ്ഞാനവും അതുപോലുള്ള നല്ല കാര്യങ്ങളുണ്ടാവും. എന്നാൽ മോശമായ ഫ്രണ്ട്ഷിപ്പും മോശമായ കൂട്ടുകെട്ടും അങ്ങനെയുള്ള ബന്ധങ്ങൾ, ഹാംഫുള്ളായ കമ്പനി ഉള്ളവർക്ക് ജീവിതത്തിൽ എപ്പോഴും വ്യസനിക്കേണ്ടി വരുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നല്ല ഒരു ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് ഇന്നത്തെ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 33-ാം വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: മോശമായ സൗഹൃദം മനുഷ്യൻ്റെ ധാർമ്മിക അധപതനത്തിന് കാരണമാകുമെന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ 2 ശമൂവേലിൻ്റെ പുസ്തകം 13-ാം അധ്യായത്തിൽ 2 പേരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്ന് അമ്നോനും യോനാദാബുമാണ്. യോനാദാബിൻ്റെ സ്വാധീനത്തിലും ഫ്രണ്ട്ഷിപ്പിലും അമ്നോൻ പാപം ചെയ്യാനായി ഇടയായിത്തീർന്നു. യോനാദാബ് അമ്നോനെ തിന്മയിലേക്ക് നയിക്കുകയും ആ ഉപദേശത്തിൽപ്പെട്ട് അമ്നോൻ പാപത്തിലേക്ക് വീഴാൻ ഇടയായിത്തീർന്നിട്ടുണ്ട്. യോനാദാബിൻ്റെ കൂട്ടുകെട്ട് അമ്നോനെ ധാർമ്മികമായ അധപതനത്തിലേക്ക് കൊണ്ടുചെന്നു. ഇന്നത്തെ സമൂഹത്തിൽ പ്രത്യേകിച്ച് യുവതലമുറകളുടെ ഇടയിൽ ധാരാളം ഫ്രണ്ട്ഷിപ്പിനുള്ള അവസരങ്ങളുണ്ട്. നാം ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് നിലനിർത്തുന്നത് ഫേസ്ബുക്കിലൂടെയാണ്. നമ്മൾ ഒത്തിരി ഫ്രണ്ട്സിനെ നമ്മുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ചേർക്കാറുണ്ട്. ഒത്തിരി ഫ്രണ്ട്സുമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ യുവതലമുറ പഠനത്തിനായിട്ട് വിദേശത്തും സ്വദേശത്തും പോവുകയും ഹോസ്റ്റലുകളിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെയും താമസിക്കുമ്പോൾ പുതിയ സ്നേഹിതന്മാരെ കണ്ടെത്താനായിട്ട് സാധ്യതയുണ്ട്. നല്ല ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കാൻ സാധിക്കുക എന്നുള്ളതും മോശമായ കൂട്ടുകെട്ടിൽ ചെന്ന് ചാടാതിരിക്കുന്നതും ഏറ്റവും ശ്രദ്ധിക്കണമെന്ന വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മോശമായ ബന്ധങ്ങളിൽപ്പെട്ട് പല ധാർമ്മിക അധപതനത്തിലും പല മോശമായ സാഹചര്യത്തിൽ ചെന്ന് വിടുവാൻ സാധ്യതയുണ്ട്. അവയിൽ നിന്നുള്ള തിരിച്ചുവരവാണ് ഇന്നത്തെ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് ഏറ്റവും അനിവാര്യമായി തീരുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 15-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: ഞാൻ എൻ്റെ പിതാവിനോട് കേട്ടതെല്ലാം നിങ്ങളോട് അറിയിച്ചതുകൊണ്ട് നിങ്ങളെ സ്നേഹിതന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നു. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ സ്നേഹിതന്മാർ, ഫ്രണ്ട്സ് എന്നാണ് സംബോധന ചെയ്യുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ അബ്രഹാമിനെയും മോശയെയും അതുപോലെ ഇയ്യോബിനെയും ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന പേരിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എല്ലാവരെയും യേശുക്രിസ്തു തൻ്റെ സ്നേഹിതരായി കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ സ്നേഹിതനും സ്നേഹിതയുമായി തീരാൻ സാധിക്കുക
അതാണ് ഈ ലോകത്ത് ഏറ്റവും നല്ല ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ക്രിസ്തുവിൻ്റെ നല്ല സ്നേഹിതന്മാരും സ്നേഹിതകളുമാണ് സ്വർഗരാജ്യം പ്രാപിക്കുന്നത്. നമ്മുടെ വിവാഹ ശുശ്രൂഷയിൽ ഇപ്രകാരം നാം പാടുന്നുണ്ട്: സ്നേഹിതരൊത്താനന്ദിപ്പാൻ മേൽമണവറയവനുണ്ടാക്കി. സ്വർഗീയ രാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നവർ ക്രിസ്തുവിന് നല്ല സ്നേഹിതരാണ്. മനുഷ്യ ജീവിതത്തിൽ വിരുദ്ധതയും പ്രലോഭനങ്ങളും ഉണ്ടാക്കുന്നത് ശരീരത്തിൻ്റെ അവയവങ്ങളെക്കാളുപരി മോശമായ കൂട്ടുകെട്ടും അതുപോലുള്ള മോശമായ ബന്ധങ്ങളുമാണ്. ഇന്നത്തെ വേദഭാഗം നല്ല ഫ്രണ്ട്ഷിപ്പ്, നല്ല സ്നേഹബന്ധങ്ങൾ നിലനിർത്തുകയും അധാർമികമായ കൂട്ടുകളിൽ നിന്ന് വിട്ടുപോരുവാനുമായിട്ട് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും.